നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വന്നിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിന് കനത്ത തിരിച്ചടി. രാഹുൽ മാങ്കുട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യം തള്ളിയുള്ള സുപ്രധാന വിധി വന്നിരിക്കുന്നത്. കൂടാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും തടസ്സമില്ല. ഇതിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അറസ്റ്റ് തടയണമെന്ന കാര്യത്തിലുള്ള വിധിയായിരുന്നു ആദ്യം പുറപ്പെടുവിച്ചത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. രണ്ടാം കേസിനെ എതിർത്താണ് പ്രതിഭാഗം വാദിച്ചത്. ആരാണ് പരാതിക്കാരി എന്ന് പോലും അറിയാത്ത കേസ് എന്നായിരുന്നു വാദം. മുൻകൂർ ജാമ്യാപേക്ഷ തടയലാണ് പുതിയ കേസെന്നും പ്രതിഭാഗം ആരോപിച്ചു. ഇന്നത്തെ 25 മിനിറ്റ് വാദത്തിൽ രാഹുലിനെതിരെ പുതിയ തെളിവുമായി ഒരു സ്ക്രീൻഷോട്ടും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കിയ പുതിയ തെളിവ് പരിശോധിച്ച് വാദം കേട്ടതിനു ശേഷമാണ് വിധി പുറപ്പെടുവിച്ചത്. ഇന്ന് 25 മിനിറ്റാണ് വാദം നീണ്ടത്. കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂറോളമാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷനും കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വാദം നടത്തിയത്. യുവതിയെ നിരന്തരം പീഡിപ്പിച്ചെന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ പരാതിക്ക് പിന്നിൽ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് രാഹുലിന്റെ വാദം. തന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും ഗൂഢാലോചന ഉണ്ടെന്നും യുവതിയുടെ സമ്മതത്തോടെയാണ് ഗർഭഛിദ്രം നടത്തിയെന്നുമാണ് രാഹുൽ വാദിച്ചത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത് 1.5 മണിക്കൂറോളം നീണ്ട വാദമായിരുന്നു. ഇതിന് ശേഷമാണ് തുടർവാദത്തിനായി മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് മാറ്റിയത്. എന്നാൽ കോടതി രാഹുലിനെ അറസ്റ്റ് തടഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാവുകയും ചെയ്തു. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം നടന്നത്. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കുവാനായി ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റു തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ വാദിച്ചു. നിലവിൽ 8 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ ഫ്ളാറ്റിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. രാഹുൽ ഗർഭഛിദ്രം നടത്തുവാൻ നിർബന്ധിച്ചതിന് തെളിവുണ്ടെന്നും രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിലാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം അറിയിച്ചത്. സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക വാങ്ങി കഴിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ആദ്യം ഗുളിക വാങ്ങിയില്ലെന്നും ഡോക്ടറെ കാണാൻ പോകാമെന്നും സമ്മതിച്ചിരുന്നുവെന്ന മൊഴിയാണ് യുവതി നൽകിയത്. എന്നാൽ ഡോക്ടർക്ക് പെൺകുട്ടിയുടെ മാതാവിന് പരിചയമുള്ളതിനാൽ ഇവരെ കാണാൻ പറ്റില്ലെന്ന് യുവതി അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി ഗുളികകൾ നൽകിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഇത്തരത്തിൽ ജോബിയിൽ നിന്ന് ഗുളിക വാങ്ങിക്കുന്നതിനായി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പ്രധാന വാദം. ഉഭയസമ്മതപ്രകാരമായിരുന്നില്ല ലൈംഗിക ബന്ധമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഗുളിക കൊണ്ടുവരുവാൻ പെൺകുട്ടി ആവശ്യപ്പെടുന്ന ഓഡിയോ പ്രതിഭാഗം ഹാജരാക്കുകയായിരുന്നു. രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് ഗുളിക രണ്ടാമത് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടതെന്നാണ് പ്രോസിക്യൂഷൻ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് വാദിച്ചത്. ഉഭയസമ്മത പ്രകാരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധമെന്ന വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉയർത്തിയത്. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നതായിരുന്നു രണ്ടാമത്തെ വാദം. ഇത് രണ്ടും പൊളിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഒരു പെൺകുട്ടി അവരുടെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്നതിനിടെ ഒരു ജനപ്രതിനിധിയെ സഹായത്തിന് സമീപിച്ചപ്പോൾ അവിടെ ചൂഷണം നടക്കുകയാണ് ചെയ്തതെന്ന സാഹചര്യ തെളിവുകളുടെയും പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു. പുതിയ കേസെടുത്ത വിവരവും കോടതിക്ക് കൈമാറി. പല ആവശ്യങ്ങൾക്കായി സമീപിച്ച പെൺകുട്ടിയെ സുഹൃത്താക്കി. പിന്നീട് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകി. ഗർഭിണി ആണെന്നറിഞ്ഞപ്പോൾ പിന്നീട് രാഹുൽ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമമാണ് നടത്തിയത്. തുടർന്നാണ് ഗർഭഛിദ്രത്തിന് തയ്യാറാകാതിരുന്നപ്പോൾ ഗുളികയുമായി രാഹുൽ ഫ്ളാറ്റിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇതിനിടെ അല്പസമയം മുൻപ് രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ച കാറിന്റെ ഡ്രൈവറെ പോലീസ് പിടികൂടിയിരുന്നു. മലയാളി ഡ്രൈവറായ ജോസ് ആണ് പിടിയിലായത്. ജോസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാണ്. ഇതിലൂടെ രാഹുലിലേക്ക് എത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. അഭിഭാഷകയുടെ സംരക്ഷണയിലാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്ന സൂചനയുമാണ് പുറത്തുവന്നത്.